നമുക്ക് ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഒരു കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്ത് എടുക്കാം എന്നാണ് നോക്കുന്നത് ഇന്ന്. അതിന് ആദ്യമായി വേണ്ടത് ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസാണ്. ഞാൻ ഈ കേസ് ആമസോണിൽ നിന്നും വാങ്ങിച്ചതാണ്. 1650 രൂപയായിരുന്നു അതിൻ്റെ അന്നത്തെ റേറ്റ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് കവറായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മദർ ബോർഡാണ്. മദർ ബോർഡിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സർ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6th ജനറേഷൻ്റെ ഒരു പ്രോസസ്സറാണ്. സെബ്രോണിക്സിൻ്റെ മദർ ബോർഡാണ്. M115 ആണ് അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അതിന് 4000 രൂപയായി മദർ ബോർഡിന്. പ്രോസസ്സറിന് 3800 രൂപയും പ്രോസസ്സറിനും വിലയായിട്ടുണ്ട്. പിന്നെ വരുന്നത് റാമാണ്. റാം 4GB DD4ൻ്റെ ആണ് റാം ഉള്ളത്. റാം അങ്ങനെ 2 പീസ് ഉണ്ട്. 2 സ്ലോട്ടിൽ ഓരോന്ന് 4GB 8GB റാമുണ്ട്. പിന്നെ അതിന് വേണ്ട SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിനെക്കാട്ടിയും നല്ല സ്പീഡുള്ള പെർഫോമൻസ് ഉള്ളതാണ് SSD. അങ്ങനെ 256 GB SSD ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച്. അതിന് എനിക്ക് വന്ന റേറ്റ് 2900 രൂപയാണ്. പിന്നെ അതിൻ്റെ പവർ സപ്ലൈ ആണ് 450 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആണ് അതിനു വേണ്ടി. അതിന് എനിക്ക് 600 രൂപ റേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫാന് 250 രൂപ അതിൻ്റെ കൂളിംഗ് ഫാനിന് വില വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി പ്രോസസ്സർ ഞാൻ അതിൻ്റെ സ്ലോട്ടിലോട്ട് ഇട്ട് വെച്ച് ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ ശേഷം അതിൻ്റെ ഫാന് ഫിക്സ് ചെയ്യുകയാണ്. ഫാനിന് ഇങ്ങനത്തെ 4 പോയിൻ്റാണ് ഉണ്ടാവുക. ഫാനിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെയാണ്. കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ കേബിളിൻ്റെ ലെങ്ത് അനുസരിച്ച് അത് ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. 4 ഹോളിലോട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം ഇത് റൈറ്റിലോട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് വെക്കുക. നല്ല പ്രസ്സാക്കിയിട്ട് ടേൺ ചെയ്ത് വെക്കുക. ലോക്കായിട്ട് ഇവിടെ കിടക്കും. അങ്ങനെ 4ഉം ടേൺ ചെയ്ത് പ്രസ്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ട്. ഇനി ഫാനിൻ്റെ കണക്ഷൻ ഇവിടെ സൈഡിലോട്ട് ഈ സ്ലോട്ടിലോട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫാന്, കൂളിംഗ് ഫാൻ. അതിന് ശേഷം കേസ് എടുത്ത് അതിലോട്ട് മദർ ബോർഡ് ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. മദർ ബോർഡ് അതിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വരുന്ന 5 സ്ക്രൂ ആണ്. ആ സ്ക്രൂ ഫിക്സ് ചെയ്യാം. അങ്ങനെ മദർ ബോർഡ് അതിൽ ഫിറ്റ് ചെയ്ത് വെച്ച് അടുത്തതായി അതിലോട്ട് കേബിളുകൾ ഫിക്സ് ചെയ്യണം. ആദ്യം പവർ കേബിൾ, മെയിൻ പവർ കേബിൾ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പവർ സപ്ലൈ ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇതിന് വേണ്ട എല്ലാത്തിനും വേണ്ട സ്ക്രൂ ഇതിൻ്റെ അകത്ത് ഈ കേസിൻ്റെ കൂടെ വരുന്നുണ്ട്. പവർ സപ്ലൈക്ക് വരുന്ന 4 സ്ക്രൂ ആണ്. 4 ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് മെയിൻ സോക്കറ്റ് നമുക്ക് കണക്ട് ചെയ്യണം. മെയിൻ സോക്കറ്റ് വരുന്നത് ഇവിടെയാണ്. മെയിൻ കണക്ട് ചെയ്തു. ഇനി അതിലോട്ട് CPU പവർ പോകുന്നത് ഇവിടെ ഒരു 4 പിന്നുണ്ട്. ആ പിന്നിലോട്ടാണ്. ഇനി നമ്മളെ ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്യണം. ഹാർഡ് ഡിസ്കിൻ്റെ സ്ഥലം വരുന്നത് ഇവിടെയാണ്. ഇതിന് 2 സ്ക്രൂ ഫിറ്റ് ചെയ്താൽ മതി.
SSD അങ്ങനെ അകത്ത് ഫിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കേബിളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് മദർ ബോർഡിൻ്റെ കൂടെ ഇതുപോലൊരു സാറ്റ കേബിൾ വരും. ആ കേബിൾ ഇതിൻ്റെ ബാക്കിലോട്ട് ഇൻസെർട്ട് ചെയ്യണം. ഇതങ്ങനെ സാറ്റ 1 ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഇതിൻ്റെ കേബിളുകളാണ്. ഈ വലിയ കേബിൾ വരുന്നത് ഇതിൻ്റെ USB 3.0 ആണ്. ഇതിൻ്റെ സ്ലോട്ട് വരുന്നത് ഇതിന് മദർ ബോർഡിൽ ഇവിടെ വരുന്ന സ്ലോട്ടാണ്. ഈ ഫാൻ്റെ തൊട്ടടിയിൽ ആയിട്ട് കാണിക്കുന്ന സ്ലോട്ടിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഈ കാണുന്നതാണ് അതിൻ്റെ റീസെറ്റ് ബട്ടണും പവർ ബട്ടണും. പവർ LED, റീസെറ്റ് LEDൻ്റെ 4 പിന്നുകളാണ് ഈ യെല്ലോ കളർ കാണുന്നത്. അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ കണക്ട് ചെയ്യാം. റീസെറ്റ് ബട്ടണ് ഫിക്സ് ചെയ്തു. ഇനി സാറ്റ കേബിളിൻ്റെ മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സാറ്റലൈറ്റിലുള്ള പവർ ബോർഡിൽ നിന്നും ഈ പിന്നാണ് പവർ ബോർഡിൽ വരുന്നത്. പിന്നെ പവറിന് കണക്ട് ചെയ്യണം, സാറ്റയുടെ പവറിലോട്ട്. ലാസ്റ്റ് കാണുന്ന ഈ പിന്നാണ് ഇതിൻ്റെ ഓഡിയോ പിന്ന്. ഓഡിയോ ഇന്ന് ഔട്ട്, ഇതിൻ്റെ ഔട്ട് നമ്മൾ ഹെഡ്ഫോണിൽ എക്സ്റ്റേണൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നാണ്. ഈ പിന്നാണ് ഇതിന് കൊടുക്കാനുള്ളത്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ളത് ഈ റാം ഫിക്സ് ചെയ്യുന്നതാണ്. നല്ല ക്ലീൻ ആക്കിയിട്ട് എൻ്റെ കറക്റ്റായിട്ട് ആ സ്ലോട്ടിൽ ഇറങ്ങി ഇറക്കി വെക്കുന്ന രീതിയിൽ തന്നെ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. ഇനി കേബിളെല്ലാം നല്ല ടൈ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയിൽ കെട്ടിവെക്കാം. ഇനി ഇതിൻ്റെ ഈ കവർ ഫിക്സ് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കമ്പ്യൂട്ടർ.